ഈ ബുക്ക് ഈ ശരിക്കും ഇത് ഒരു ടിപ്പാണ് ആക്ച്വലി. ഈ ബുക്ക് ശരിക്കും സർജറിയുടെ ബുക്ക് ഇത്രയും വലിപ്പമുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ഒരു മനുഷ്യനും പഠിക്കാൻ പറ്റില്ല. നമ്മൾ ജൂനിയർ ആണെങ്കിൽ പോലും എല്ലാരും പേടി. ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കട്ടി ഞാൻ ചെറിയ 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 പീസാക്കും. അപ്പൊ നമുക്ക് നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് വരുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഇരുന്ന് വായിക്കാം. പക്ഷെ ഇതല്ല, ശരിക്കും ഞാൻ ഒരു ബുക്കിനെ 10 മുറിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ബുക്കൊക്കെ ഉണ്ട്. എമർജൻസി മെഡിസിൻ നമ്മൾ പഠിക്കുന്ന ബുക്ക് റോസൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ ബുക്കാണ്. അതിനെ ഞാൻ 10 പീസായിട്ട് മുറിച്ചു. അത് ശരിക്കും ഒരു ടിപ്പാണ്. അപ്പൊ നമുക്ക് ആ സിമ്പിൾ ആയിട്ട് തോന്നും. അത് തീർക്കാൻ നമുക്ക് ഒരു 5 ദിവസം മതി. അങ്ങനെ ഒരു മൊത്തം തീർക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ അതുപോലെ റിവിഷൻ ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ ഞാൻ നോട്ട്സ് എഴുതാറുണ്ട്. എനിക്ക് നോട്ട്സ് ഇതൊക്കെ നോട്ട്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ എന്റെ മെഡിസിന്റെ നോട്ട്സ് ആണ്. കുരു അക്ഷരമാണ്. ഇപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതുണ്ട് ഫാറ്റി ലിവർ ഇപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ MBBS പഠിച്ച സമയത്ത് ആ സമയത്ത് എന്തോ എഴുതിയ നോട്ട്സ് ആണ്. അല്ല, ഇത് ഇപ്പോഴും ആക്ച്വലി ഒത്തിരി ആൾക്കാർ എന്നെ എടുക്കുന്നുണ്ട്. ഈ നോട്ട്സ് ഞാനിപ്പോ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നോട്ട്സ് ഉണ്ട്. എന്റെ ഞാൻ തന്നെ എഴുതി വെച്ച് എല്ലാം ക്ലാസിഫൈ ചെയ്ത് കൊച്ചാക്കും. അപ്പൊ എല്ലാം ഷോർട്ട് ഫോം ആണ്. അങ്ങനെ ആ രീതിയിലാക്കും. അപ്പം ഇതെല്ലാം പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എക്സ്ട്രാ കരിക്കുലർ ഞാൻ കുറച്ചൊക്കെ ഞാൻ കേട്ടു. അവിടെ ഒരു സാധനം തകർന്നിരിപ്പുണ്ട്. അതിനെ കുറിച്ചാണ് എനിക്ക് അറിയാം. അല്ല, ആക്ച്വലി ഇന്ന് നമ്മൾ വന്നിട്ട് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പൊ ക്ലീൻ ചെയ്തപ്പോ ഇത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഫാദറിന് പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നെ തബല പഠിപ്പിക്കാനായിട്ട് എനിക്ക് 6ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ തബല പഠിപ്പിക്കാനും ബ്രദർ നാഷിഷിനെ ഹാർമോണിയം പഠിപ്പിക്കാനും വിട്ടു. ഇപ്പൊ 2 ക്ലാസ്സിലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ വന്നാ പഠിപ്പിക്കുന്നത്. അപ്പം അവസാനം പഠിച്ചത് വീട്ടിൽ തന്നെ വരും. അവസാനം പഠിച്ചത് അവൻ തബല പഠിച്ചു, ഞാൻ ഹാർമോണിയം കുറച്ച് വായിക്കാൻ അറിയാം. അങ്ങനെ ആയിപ്പോയി. കാരണം താല്പര്യം ഇല്ലാതായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. അതിന് തബലയ്ക്ക് ഒരു കോമ്പറ്റീഷനും പോയി ഒരിക്കൽ. അത് വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ തബല കോമ്പറ്റീഷന് പോയിട്ട് എനിക്ക് 2nd പ്രൈസ് കിട്ടി. പക്ഷെ ആ കോമ്പറ്റീഷന് 2 പേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 2nd പ്രൈസ് കിട്ടിയത്. അത് മാത്രമല്ല, ആ ഫസ്റ്റ് കിട്ടിയ ആളെ അന്ന് അപ്ലൈ ചെയ്ത് ഞാൻ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. അന്ന് ഒരേ ഒരാളെ ഉള്ളായിരുന്നു കോമ്പറ്റീഷന്. അപ്പൊ ഒരുത്തൻ എന്റെ അടുത്ത് അനിൽ, എനിക്ക് പേര് അനിൽ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എനിക്ക് തബലയില്ല, പക്ഷെ എനിക്ക് തബല അടിക്കാൻ അറിയാം, തബലയില്ല തരാമോ? അപ്പൊ ഞാനിതും കൊണ്ടുപോയതല്ലേ, പാവല്ലേ, അടിച്ചോട്ടെ. അങ്ങനെ അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടി, എനിക്ക് എന്റെ ഒരു നിലവാരം മനസ്സിലായിട്ടോ. അത് പറയരുത്, ഞാൻ പഠിക്കാത്തോണ്ടാണ് പുള്ളിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഇതെല്ലാം ബുക്ക് ഷെൽഫ്സ് ആണല്ലേ. അതിന്റെ മുകളിലും എന്തൊക്കെയോ പഴയ ഫോട്ടോ ആണെന്നല്ലേ ഇരിക്കുന്നത്. ഇത് എനിക്ക് 2013 തോന്നുന്നു ഓൾ ഇന്ത്യ ബെസ്റ്റ് ഫിസിഷ്യൻ അവാർഡ് കിട്ടി. അപ്പൊ അത് മുംബൈയിൽ വെച്ച് നടന്നു ആ ഫംഗ്ഷന്റെ ഫോട്ടോ ആണത്. അതെന്തായിരുന്നു, എന്ത് വർക്കിന്റെ? ഞാൻ കുറെ ഇന്നോവേഷൻസ് കാര്യം ചെയ്തിരുന്നു. നമുക്കിപ്പം കേരള പോലീസിന്റെ ആപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായിട്ട് ചെയ്തതിന്റെ അകത്ത് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അത് ആംബുലൻസ് കംപ്ലീറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. ഏകദേശം 1800 ആംബുലൻസ് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ സ്റ്റേറ്റ് ഫസ്റ്റ് ബൈക്ക് ആംബുലൻസ്, പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് എമർജൻസി റൂം, പിന്നെ ഒരു എമർജൻസി